ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഏറ്റവും പുതിയ ക്രെറ്റയുടെ EV വെർഷൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് ക്രെറ്റയുടെ EVയുടെ ടോപ്പ് എൻഡ് മോഡൽ, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇത് എക്സലൻസ് എന്നാണ് ഈ വേരിയന്റിന്റെ നെയിം ക്രെറ്റ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ റേഞ്ച് പറയുവാണെങ്കിൽ ഏകദേശം 473 കിലോമീറ്റേഴ്സ് ആണ് ഈ വണ്ടിയുടെ റേഞ്ച്, ഡ്രൈവിംഗ് റേഞ്ച് പറയുന്നത്, അതായത് ഫുൾ ചാർജിൽ. പിന്നെ ഇതിന്റെ പ്രൈസിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം 26,20,000 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു EV വാഹനം എടുക്കാൻ നേരത്ത് ഫസ്റ്റ് നോക്കുന്നതിന്റെ പ്രൈസും സെക്കൻഡ് അതിന്റെ റേഞ്ചും ആണല്ലോ. സോ അതാണ് ആദ്യം തന്നെ പ്രൈസും റേഞ്ചും എത്രയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി നമുക്ക് വണ്ടിയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ നോർമൽ ക്രെറ്റ വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മെയിൻലി ഇവിടെ DRL എക്സ്ട്രാ വരുന്നുണ്ട്, പിന്നെ എയർ ഡാം ഡിസൈൻസ് വ്യത്യാസമുണ്ട്. ഇവിടാണ് നമ്മുടെ ചാർജിങ്ങിന്റെ ഇത് വരുന്നത്. അത് പുഷ് ചെയ്യുമ്പം ഓപ്പൺ ആയി വരും. ഇവിടാണ് ചാർജിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എയർ ഡാമിന്റെ ഡിസൈൻസ് കാര്യങ്ങളാണ്. ഇത് ഫങ്ഷണൽ ആയിട്ടുള്ള എയർ ഡാം ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആകുമ്പം അത്രയും കൂടെ എയർ ഇൻടേക്ക് കൂടെ വരുന്നതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ അവൈലബിൾ ആണ് എയർ ഡാമിനകത്ത്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ LED ഹെഡ്ലൈറ്റ് തന്നെയാണ്. വേറെ മോൾ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് വണ്ടിക്ക്, നമ്മുടെ സാധാ ക്രെറ്റ കാണുന്നതൊക്കെ തന്നെ. പിന്നെ ഗ്ലാസ് ഏരിയയിലേക്ക് വരുവാണെങ്കിലും നല്ല വൈഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വ്യൂ തരുന്ന ഗ്ലാസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നല്ല ഒരു പാനറോമിക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ റൂഫ് റെയിൽസ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ടോപ്പിന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പറഞ്ഞ് വിശേഷിപ്പിക്കണ്ട, എങ്കിലും പറഞ്ഞതാ. പിന്നെ റിയർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നല്ല ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, നല്ല സ്പോയിലർ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സ്പോയിലർ തന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്, ഷാർഫിന് ആൻഡിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നല്ല കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് വരുന്നത്. ബ്രേക്ക് ലൈറ്റ് അതുകൊണ്ടൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ഇലക്ട്രിക് എന്നൊരു ബാഡ്ജിങ് ഉണ്ട്, റിഫ്ലക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി റിയർ സൈഡ് വരുവാണെങ്കിൽ നമ്മളിപ്പം സാധാരണ എല്ലാ വണ്ടിയുടെയും ഫസ്റ്റ് ഫ്രണ്ട് കാണിച്ച് സൈഡ് കാണിച്ച് പിന്നാണ് റിയറിലേക്ക് വരുന്നത്. EV വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട് സൈഡും റിയർ സൈഡും കുറച്ച് വ്യത്യാസങ്ങൾ കാണുമ്പം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നോർമൽ ക്രെറ്റയും നമ്മുടെ ഈ ക്രെറ്റയും വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡ് അതുപോലെ റിയർ സൈഡ് വ്യത്യാസങ്ങൾ കൺഫേം ആയിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെ ഡയറക്റ്റ് ആയിട്ട് റിയറിലേക്ക് വന്നത്. ഇതാണ് നമ്മുടെ ക്രെറ്റ EVയുടെ റിയർ സൈഡ് ലുക്ക്. നല്ല രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വിശേഷിപ്പിക്കണ്ടല്ലോ, കാരണം അത് നമ്മൾ ഡീസൽ വണ്ടി അല്ലെങ്കിൽ പെട്രോൾ വണ്ടി കണ്ടതുപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ചെറിയ കൊച്ചു മൈനൂടുള്ള വ്യത്യാസങ്ങളോട് തന്നെ ക്രെറ്റയുടെ EVയും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ സൈഡ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും നമ്മുടെ ഡിസൈൻ ഡീസൽ വണ്ടി അതുപോലെ പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെ ORVയും ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും സാധിക്കും. ഇത് നമ്മുടെ 360 ക്യാമറ ഈ വണ്ടിക്കകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു നോബാണ് ഈ കാണുന്നത്. ഇൻഡിക്കേറ്റേഴ്സും നമ്മുടെ ORVയും തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സെൻറ്ററും കാര്യങ്ങളെല്ലാം പ്ലെയിൻ ആണ്, കാരണം ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സ് അതിനകത്താണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. സോ ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടയർ സൈസിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ടയർ സൈസ് വരുന്നുണ്ട്. 17 ഇഞ്ച് ടയറാണ്. പിന്നെ ഈ ഒരു അലോയുടെ ഡിസൈൻ കണ്ടല്ലോ, നമ്മൾ നോർമലി എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലും അലോയുടെ ഡിസൈൻ എലമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രെറ്റയുടെ EVയിലും നല്ലൊരു ഡിസൈൻ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, സ്കിഡ് പ്ലേറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഇങ്ങനെ ഓടിപ്പോന്നു. ഇവിടെ ഒരു സിൽവർ ഫിനിഷും കാണാൻ സാധിക്കും. അതൊക്കെ വണ്ടിക്ക് നല്ലൊരു സ്പോർട്ടി ലുക്ക് തരുന്നുണ്ട്. ഓൾ ഓവർ വണ്ടിയുടെ ലുക്കിനെ പറ്റി പറയുവാണെങ്കിൽ പിന്നെ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്. ഇതിന്റെ ഫ്രണ്ട് ടയർ ബ്രേക്ക് ഡിസ്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ ടയറിലും ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്, ഡ്രം ബ്രേക്ക് അല്ല. സോ 4 ടയറുകളിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല ബ്രേക്കിംഗ് ഈ വണ്ടി തരുന്നുണ്ട്, നല്ല പവറും അതുപോലെ തന്നെ നല്ല ബ്രേക്കിംഗ് തരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഇവിടെ തന്നെ കണ്ടില്ലേ, റിയർ വൈപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പുറ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഡീസൽ ക്രെറ്റയും പെട്രോൾ ക്രെറ്റയും കണ്ടതിന് ശേഷം ഇവിടെ ആകെ ഒരു വ്യത്യാസം, ഈ സൈഡിൽ ഒരു വ്യത്യാസം നമുക്ക് തോന്നാം. ഫ്യൂവലിൽ ഓപ്പണിംഗ് ഇല്ല, കാരണം ഇതിന്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലാണ് വരുന്നത്. സോ ആ ഒരു ഇതിനകത്ത് ഇവിടെ ഇല്ലെന്നല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്രെറ്റ EVയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. അത്യാവശ്യം ലുക്കാണ് വണ്ടി. മറ്റേതുമായിട്ട് കൂടുതൽ അങ്ങ്
ഇവര് പണിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ലുക്കും നല്ല റോഡ് പ്രസൻസും തരുന്നുണ്ട്. ഇവിടാണ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലെ ക്യാമറ ഇവിടാണ് വരുന്നത്, ഇവിടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ബ്ലാക്ക് കളർ തീമുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ എലിമെന്റ് നമുക്ക് ഇവിടെ അകത്തും ഫോണിലൂടെ എത്രത്തോളം കാണാൻ സാധിക്കും അറിയാൻ വയ്യ. ഈ ഒരു സെയിം ഡിസൈൻ എലിമെന്റ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെന്താ, ഇലക്ട്രിക്കിന്റെ ഒരു നല്ലൊരു പതിപ്പെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇനി എടുത്തു പറയാൻ ഫ്രണ്ടിലൊന്നുമില്ല. ഫ്രണ്ട് സെൻസേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ വണ്ടിയുടെ ഫ്രണ്ട് ഡോറിലെ റിയർ സൈഡിലെ ഔട്ട് സൈഡിലെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഒന്നുമില്ല വേറെ. ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ നോക്കാം. ഇതാണ് വണ്ടിയുടെ കീ വരുന്നത്. അത്യാവശ്യം നല്ല ഫങ്ഷണബിൾ ആയിട്ടുള്ള സ്മാർട്ട് കീ ആണ് വരുന്നത്. അകത്തേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡോറിൽ നിന്ന് തന്നെ തുടങ്ങാം. വെന്റഡ് സീറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുള്ള ഡോർ ഹാൻഡിലാണ്. ഇത് നമ്മുടെ ഓട്ടോ ഫോൾഡിങ്ങിന്റെ ബട്ടൺ ആണ് കേട്ടോ. മിറർ ഓട്ടോ ഫോൾഡ് ആയി. ലോക്ക് അൺലോക്ക്, 4 ഡോർ പവർ വിൻഡോ. ഇത് പവർ വിൻഡോ കട്ട് ഓഫ് സ്വിച്ച്. ബോസിന്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതിന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്, അംബ്രല്ല ഹോൾഡേഴ്സ് ഉണ്ട്. ഇത്രയൊക്കെയുള്ള ഡോറിന്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ സീറ്റിലേക്ക് വരുവാണെങ്കിൽ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. ഇത് മാനുവലി അല്ല, ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സീറ്റാണ്. അതായത് ഫ്രണ്ടിലോട്ടായാലും റിയറിലോട്ടായാലും പിന്നെ താക്കാനും പൊക്കാനും ഒക്കെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ക്രെറ്റ ഇവയുടെ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി ഇന്റീരിയറിലേക്ക് വാണ്. ഇതിനകത്താണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ സ്റ്റിയറിംഗ് തന്നെ ഉണ്ടോ, നമ്മുടെ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് സ്റ്റിയറിംഗ് ഡിസൈൻ ചെയ്തേക്കുന്നത്. നല്ലൊരു ഡിസൈൻ എലമെന്റ് ആണെന്ന് പറയാം. ഒരു സെമി ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വേണമെങ്കിൽ കയറാം. പക്ക ഫ്ലാറ്റ് ഒന്നും അല്ല, പക്ഷെ പക്ക നല്ല യൂസ് ചെയ്യാനൊക്കെ അടിപൊളി. പിന്നെ ഇവിടെ 2 റീജനറേഷൻ സ്വിച്ചസ് ആണ് കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ ചാർജ്. പിന്നെ ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ്, വൈപ്പേഴ്സിന്റെ കൺട്രോൾസ്, പിന്നെ ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, പക്ക ഫുള്ള് ഡിസ്പ്ലേ ഡിജിറ്റൽ ആണ്. ഇവിടുന്ന് തുടങ്ങി ഇവിടെ എൻഡ് ചെയ്യുന്നത്. അതായത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അതുപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ഒരു രീതിയിൽ തന്നെയാണ്. ഇവിടെ മാത്രം ഒരു കട്ടിങ് ഉണ്ട്. അത് 2 സെപ്പറേറ്റ് ആക്കുന്ന ഒരു ഇതെന്ന് പറയാൻ പറ്റൂ. പിന്നെ എസിയുടെ കൺട്രോൾസും അതുപോലെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് കൺട്രോൾസും എല്ലാം ഇവിടെയാണ് വരുന്നത്. അതാണ്ട് മീഡിയ, റേഡിയോ, ഇത് ഹസാറിന്റെ സ്വിച്ച്. പിന്നെ ഇത് നമ്മുടെ എസിയുടെ കൺട്രോൾസ്. ഓൾറെഡി പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്ലഗിന്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെൻട്രലിലേക്ക് വരുവാണെങ്കിൽ ഇത് മോഡ്സ് അവൈലബിൾ ആണ് ഒത്തിരി. പവർ മോഡ്, നോർമൽ, എക്കോ, സിറ്റി, അങ്ങനെ 3 മോഡുണ്ട്. സ്പോർട്സ് മോഡ് അവൈലബിൾ ആണ്. എക്കോ, നോർമൽ, സ്പോർട്ട്, അങ്ങനെ 3 മോഡാണ് ഈ വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് പാർക്കിംഗ്, നമ്മുടെ ഹാൻഡ് ബ്രേക്കിന്റെ സ്വിച്ച് ആണ്. ഇത് ഓട്ടോ ഹോൾഡ്. ഓട്ടോ ഹോൾഡിന്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം വണ്ടി ഇപ്പോൾ ഒരു ട്രാഫിക് നിൽക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലച്ചിന്ന് കാലെടുക്കുമ്പം ബ്രേക്കിന് കാലെടുക്കുമ്പം ഓട്ടോമാറ്റിക് വണ്ടികൾ മൂവ് ചെയ്ത് തുടങ്ങും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യാതിരിക്കാനുള്ള സ്വിച്ച് ആണ് ഈ ഓട്ടോ ഹോൾഡ്. പിന്നെ ഇത് 2 വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ സ്വിച്ച് ആണ്. ഇത് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ്സും വെന്റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കും. ഈ ആംബ്രസ്റ്റിന്റെ അകത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ കൂൾഡ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് തണുത്ത സാധനം എന്തെങ്കിലും വെച്ചാൽ തണുത്ത് തന്നെ ഇരിക്കും. കൂൾഡ് ഫംഗ്ഷൻ ഉള്ള ഒരു ഹാൻഡ് റെസ്റ്റ് ആണ് ഇത്. പിന്നെ നമ്മള് ഡോറിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു. എ സി വെൻസിന്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നല്ല ബീജ് കളറൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓട്ടോ ഡിമ്മിങ് ആണ്, മിററും IR വേവും കാര്യങ്ങളെല്ലാം. ഇവിടാണ് നമ്മുടെ സൺറൂഫിന്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നത്. പാനറോമിക് സൺറൂഫ് ആണ് ഓൾറെഡി പറഞ്ഞല്ലോ. കണ്ടില്ലേ, ഫ്രണ്ട് ഇരിക്കുന്ന മാത്രമല്ല ബാക്കി ഇരിക്കുന്നവർക്കും അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ട് കാണാം. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ നേരം ഓപ്പൺ ചെയ്തിടുന്നത് നമുക്ക് അത്ര നല്ലതല്ല. എങ്കിലും കണ്ടില്ലേ, ആ വണ്ടിയുടെ വ്യൂ ഫുള്ള് നമുക്ക് അകത്തിരുന്നോണ്ട് തന്നെ ഫുള്ള് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഈ അടയുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ മാനുവലായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടതില്ല. പിന്നെ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. നമ്മുടെ വൈസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോർമൽ ക്രെറ്റ പോലെ തന്നെ. പിന്നെ ഇവിടാണ് നമ്മുടെ ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഒരു സെക്കൻഡ്, ഞാൻ സീറ്റ് ഒന്ന് ബാക്കിൽ ഇട്ടോട്ടെ. നമ്മുടെ മെർസിഡീസ് കണ്ട പോലെ തന്നെയാണ് ഇവിടെ ഗിയർ നോബ് വരുന്നത്. ഇതാണ് കണ്ടില്ലേ, ഇതിപ്പോ പീലാണ്, ഇതിപ്പോ ന്യൂട്രലാണ് കിടക്കുന്നത്. ന്യൂട്രലാണ് കിടക്കുന്നത് കേട്ടോ വണ്ടി. അതിന്റെ ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്നെ നടക്കുന്നുണ്ടല്ലേ. ഇത് ന്യൂട്രലാണ്. പിന്നെ നമുക്ക് ഇത് തിരിക്കുമ്പോൾ തന്നെ ആ ഡ്രൈവ് ആയിട്ട് മാറും. ഓൾറെഡി ഡ്രൈവ് ആയി. പിന്നെ റിവേഴ്സ്, ഇപ്പൊ റിവേഴ്സ് ആയി. റിയർ ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമറ തന്നെയാണ്.
ഇവിടെ ഒരു 360 വ്യൂവും കാണുന്നുണ്ട്. അതായത് റിയർ വ്യൂ ക്യാമറ ഓൺ ആകുമ്പോൾ തന്നെ 360 ക്യാമറ കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്തും വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. റിവേഴ്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ. പിന്നെ ഗിയറിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഇതിനകത്ത് ഈ നടുക്ക് പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ പി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് പാർക്കിലേക്ക് പോകും. അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് എപ്പോ ആണെങ്കിലും പെട്ടെന്ന് പാർക്കിലേക്ക് പോകേണ്ട ഒരു ഓപ്ഷൻ വരണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ഫ്രണ്ട് സൈഡിലെ വിശേഷങ്ങൾ. ഇവിടെ എന്താ വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഡോറിന്റെ കാര്യം പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. സ്പേസിന്റെ കാര്യത്തിലും പ്രശ്നങ്ങളൊന്നുമില്ല. അകത്തായാലും മീൻസ് ഫ്രണ്ട് സൈഡ് ആയാലും റിയർ സൈഡിലായാലും അത്യാവശ്യം നല്ല സ്പേസസ് ഉണ്ട്. പുറത്തുനിന്ന് പറഞ്ഞ പോലെ നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ല വ്യൂ തരുന്ന ഒരു ഗ്ലാസ് ഏരിയ തന്നെ ഉണ്ട്. അതിപ്പം സൈഡ് ഗ്ലാസ് ആയാലും അതുപോലെ നമ്മുടെ മെയിൻ ഗ്ലാസ് ആയാലും. ഇനി നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പോവാണെങ്കിൽ ഡാഷ്ബോർഡിലും കൂൾഡ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ സ്പീക്കേഴ്സിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ബോസിന്റെ സ്പീക്കേഴ്സ് ഈ ക്രെറ്റയ്ക്കകത്ത് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് ആണ് കേട്ടോ ഒരു ഹൈലൈറ്റ്. ഒരു വെറൈറ്റി തോന്നുന്നു ഡയറക്റ്റ് കാണുമ്പോൾ. ഫോണിലൂടെ എത്രത്തോളം കാണാൻ സാധിക്കുന്ന അറിഞ്ഞൂടാ. അതുപോലെ എല്ലാ മോഡ്സും ക്രൂസ് കൺട്രോൾസും വോയിസ് കമാൻഡും എല്ലാം സ്റ്റിയറിംഗിനകത്ത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ക്രെറ്റ ഇവിയുടെ റിയർ സൈഡ്. എല്ലാം ഒരു പക്ക പ്രീമിയം വണ്ടി എന്നുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഏകദേശം 3.5 കിലോ വരെ ഇതിന് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഇത് നമുക്ക് ഡൗൺ ചെയ്തും വെക്കാം. ഞാനിപ്പോൾ ഇതണക്ക് യൂസ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും സാധിക്കും. റിയർ AC വെന്റ്സ് ഉണ്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വണ്ടി പറ്റി റിയർ സൈഡിൽ ഇരിക്കുവാണെന്ന് പറയുമെങ്കിലും ഇത്രത്തോളം ഫീച്ചേഴ്സ് ഈ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ടോണ്ട് തന്നെയാണ് ഒരു എന്താ പറയാ പ്രീമിയം വണ്ടിക്കകത്ത് ഇരിക്കുന്ന ഫീൽ. ലെതർ സീറ്റ്സും ഈ ലൈറ്റ്സും കാണുമ്പോഴൊക്കെ നല്ല പ്രീമിയം ലുക്ക് തരുന്നതും നല്ല പ്രീമിയം ഫീച്ചേഴ്സ് തരുന്ന ഒരു വണ്ടി തന്നെയാണ്. ഇവിടെയും വെന്റിലേറ്റഡ് സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. വേറെ പ്രത്യേകിച്ച് പറയാൻ റിയർ സൈഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഏകദേശം എല്ലാ റിവ്യൂവും കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ബൂട്ട് സ്പേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു കുറച്ച് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ഓപ്പൺ ചെയ്താൽ എന്തോ ഒരു ആക്സറി സെൻസർ കിടപ്പുണ്ട്. 433 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് ഈ ക്രെറ്റയ്ക്കകത്തുള്ളത്. ഈ അത്ര മാസീവ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നൈറ്റിലും നമുക്ക് കാണാനോ അല്ലെങ്കിൽ സാധനങ്ങൾ വെക്കാനോ ഒന്നൊരു ഇതില്ല. നല്ലൊരു ബോസിന് സ്പീക്കർ ഇവിടെയും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു നല്ല എന്തോ ബാസിന് വേണ്ടിയിട്ടുള്ള സബ് വൂഫറാണ് ഈ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും നല്ല ഈ ഭാഗത്തൊക്കെ വരണമെങ്കിൽ അത്രയ്ക്കും പ്രീമിയം വണ്ടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രീമിയം വണ്ടി തന്നെ ആണ്. അത്രത്തോളം ആ റേറ്റ് കാര്യത്തിൽ മാത്രമല്ല വണ്ടിക്കകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. അത് പണ്ടേ ഹ്യുണ്ടായി അങ്ങനെയാണല്ലോ. ജസ്റ്റ് പ്രൈസ് മാത്രം ഒരിക്കലും കൂട്ടത്തില്ല. അവരുടെ എഞ്ചിൻ റിഫൈൻമെന്റും അതുപോലെ ഫ്യൂച്ചേഴ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ പറയും അവസാനം വണ്ടി വാല്യൂ ഫോർ മണി തന്നെയാണെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്രെറ്റ ഇവിയുടെ വിശേഷങ്ങൾ. ഇത് നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്ന നമ്മുടെ പോപ്പുലർ മോട്ടോഴ്സ് ആണ്. കൊല്ലത്തുള്ള പോപ്പുലർ മോട്ടോഴ്സ് ആണ്. എന്തുണ്ടെങ്കിലും എന്ത് എൻക്വയറി സെയിൽസ് സംബന്ധമായി ഏത് വണ്ടിയുടെ എൻക്വയറി ഉണ്ടെങ്കിലും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ നല്ല രീതിയിൽ അവരത് കൈകാര്യം ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. സോ എന്തുണ്ടെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഹ്യുണ്ടായുടെ തന്നെ EVയിലെ സെയിൽസിലെ ഉള്ളൊരു അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. വിനായകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്രൈസ് ഓൾറെഡി പറഞ്ഞു, എങ്കിലും നമ്മുടെ ചേട്ടനോടൊന്ന് ചോദിക്കാം. ചേട്ടാ, ഈ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് എത്ര വരും ഈ സെയിം വേരിയന്റ്? ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സലൻസ് LR ആണ് ഇതിനകത്ത് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അതായത് 51.4 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കും ഹോം ചാർജർ കിറ്റും വരുന്ന വണ്ടി. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 26.72 lakhs ആണ് ഓൺ റോഡ് പ്രൈസിങ് വരുന്നത്. എക്സ്റ്റൻഡ് വാറണ്ടി ഇൻക്ലൂഡഡ് ആണോ? ഇല്ല, എക്സ്റ്റൻഡ് വാറണ്ടി സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പം ഈ പറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഇത്രയും നല്ലൊരു വണ്ടി, ഇലക്ട്രിക് വണ്ടി വാല്യൂ ഫോർ മണി ആണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ഇത്രത്തോളം പ്രീമിയം ഫീച്ചേഴ്സും ഇത്രയും പ്രീമിയം ലുക്കും തരുന്ന ഒരു വണ്ടി ഈ പ്രൈസ് റേഞ്ചിന് ഓക്കെ ആണെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബാക്കി നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. സോ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.